വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ കാലമായിട്ട് വിചാരിക്കുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ എനിക്ക് വന്ന ഡി എംസും കമൻസൊക്കെ ഒന്ന് എന്താ പറയുക മെൻഷൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുന്ന പോലെ വന്ന കമൻസിൻ്റെയും ഡി എംസിൻ്റെ ഒക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു പോലൊരു വീഡിയോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കമൻസിൻ്റെ മെസ്സേജിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ ഒക്കെ എന്താ പറയുക ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്ന് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, അമീർ അബൂബക്കർ പറഞ്ഞിട്ട്. ഒരാൾ അയച്ചൊരു ചാറ്റാണ്. എനിക്ക് ട്രേഡിംഗ് പഠിക്കണം ആഗ്രഹമുണ്ട്, ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് മൂവിങ് ആവറേജ്, MACD, RSI, സ്റ്റൊക്കാസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ട് സെൽഫായിട്ടും പിന്നെ ടെലഗ്രാം ഗ്രൂപ്പ് വരുന്ന സിഗ്നൽസും യൂസ് ചെയ്തിട്ട് ബട്ട് സ്മോൾ പ്രോഫിറ്റ് ഉണ്ടാകും, ഹൈ ലോസും ഉണ്ടാകും. അതാണ് ഒരാൾ പറഞ്ഞത്. ഇതിൻ്റെ താഴെ ഞാൻ മൂപ്പരാക്ക് അപ്പം തന്നെ കുറച്ച് മെസ്സേജ് അയച്ച് ഞങ്ങൾ കുറച്ച് നേരം ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരിഖ് ഷംസുദ്ദീൻ ഇട്ട വീഡിയോസൊക്കെ ഞാനും ആദ്യം കുറേ കണ്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ എന്താ പറയുക ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ സുഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യൂല എന്നൊന്നുമല്ല, ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഡിക്കേറ്ററും വർക്കാവുമെന്ന് മാത്രമല്ല, എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു പ്രോബബിലിറ്റി ഉണ്ട്. മീൻസ് ഇപ്പോൾ ചില സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിന് ഒരു 50% പ്രോബബിലിറ്റി ഉണ്ടാവും. അപ്പോൾ 50% പ്രോബബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50% ടൈമിലും നമ്മൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ വിൻ ചെയ്യും. ബാക്കി 50% ടൈമിൽ നമ്മൾ ലോസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ചിലത് 80% ആയിരിക്കും അതിൻ്റെ ഇതുണ്ടാവുക. അപ്പോൾ ഇതിൽ ബാക്കി 20% ടൈമിൽ നമ്മൾ ലോസിലായിരിക്കും. അപ്പോൾ എല്ലാ എന്താ പറയുക ട്രേഡിംഗ് സ്ട്രാറ്റജീസിനും ഒരു പ്രോബബിലിറ്റീൻ്റെ ഒരു സംഭവമുണ്ട്. എല്ലാ ട്രേഡിംഗ് സ്ട്രാറ്റജി വർക്ക് ചെയ്യും. ഈ സ്ട്രാറ്റജീസും ഈ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർക്കിത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണല്ലോ അവരിത് ഉണ്ടാക്കുന്നത്. അല്ലാതെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ ആരും. അവർക്ക് വർക്കാവുന്നു, പിന്നെ അവരത് മാർക്കറ്റിൽ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ആൾക്കാർക്ക് അതുപോലത്തെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. അപ്പോൾ അവർക്ക് അതുപോലത്തെ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് എത്ര പെർസെൻറ്റേജാണ് വിൻ റേറ്റ് എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രേഡ് ബൈ ട്രേഡ് ബേസിസിൽ നമ്മൾ നോട്ട് ചെയ്യണം. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും എന്താ പറയുക ഇത് വിന്നാണോ ലൂസാണോ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് ട്രേഡ്, സെക്കൻഡ് ട്രേഡ്, തേർഡ് ട്രേഡ്, ഫോർത്ത് ട്രേഡ്, ഫിഫ്ത്ത് ട്രേഡ്, സിക്സ്ത് ട്രേഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ട്രേഡ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു 50 ട്രേഡ് അല്ലെങ്കിൽ 100 ട്രേഡ് നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീൻ്റെ ഒരു വിൻ റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനും പറ്റും. കാരണം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിൽ ഒരു എൻട്രി കണ്ടുപിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വേറൊരു പ്രൈസ് ആക്ഷൻ്റെ ഇതുപോലെയല്ല. നമുക്ക് ഗസ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ കറക്റ്റായിട്ട് കാണും. ഒരു പ്രൈസ് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോവുകയാണ്, ഒരു മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് പോവുകയാണ്, ഒരു മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് തരികയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്രയും എന്താ പറയുക അതിലും ഈസി ആയിട്ട് നമുക്ക് എൻട്രി വേറെ കിട്ടുമല്ലോ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്ന്. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കുറച്ച് ലാഗിങ് ആയിരിക്കും. ഈ ഒരു ഹൈ ബ്രേക്ക് ഇപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ബ്രേക്ക് ആവണതിൻ്റെ മുന്നേ ചിലപ്പോൾ കുറേ മുകളിലായിരിക്കും ഇത് സാധനം വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്ര മൂവ് എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി മിസ്സാവും. ഇവിടുന്ന് ബാക്കി വരുന്ന ഒരു ചെറിയ മൂവേ കിട്ടുള്ളൂ. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാവുമ്പോൾ സ്ട്രിക്റ്റായിട്ട് ഒരു SL മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റും മെൻഷൻ ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ വരച്ചത് എൻ്റെ തലൻ്റെ മുകളിലാണല്ലേ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഇതൊക്കെ വരച്ചത് ഞാൻ എൻ്റെ തലൻ്റെ മുകളിലാണ് ഞാൻ വരച്ചതൊക്കെ. സോറി വേണ്ട. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് കുറേ മുകളിൽ ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് ലാഗിങ് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു സ്ഥലത്തു നിന്നല്ല ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടുക. ഇത് കുറച്ച് കഴിഞ്ഞ് ഇതിന് ഒന്ന് സമാധാനപരമായിട്ട് ഇതിൻ്റെ ലെവലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള SLഉം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേക്ക് പ്രോഫിറ്റും ചെയ്യണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേക്ക് പ്രോഫിറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള SLഉം ചെയ്യണം. എന്നാലേ നമുക്ക് ഇൻഡിക്കേറ്റർ ബേസ്ഡ് സാധനത്തിൽ ഇതാക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ തിരിച്ച് ഈ പ്രൈസ് ഇങ്ങനെ പോയി ഈ മൂവിങ് ആവറേജിനെ താഴത്തേക്ക് ക്ലോസ് ആവണതും അതൊരു സ്ട്രിക്റ്റ് ടേക്ക് പ്രോഫിറ്റ് SL തന്നെയാണ്, ട്രെയിൽ ചെയ്യണ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ എന്താ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൻ റേറ്റും നമ്മുടെ ഈ റിസ്ക് റിവാർഡിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഇതും മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ റിസ്ക് ചെയ്ത് SL വെച്ചതൊരു 10 പോയിൻ്റാണ്. അപ്പോൾ ഈ ടാർഗറ്റ് മസ്റ്റായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 20 പോയിൻ്റെങ്കിലും വേണം. എന്നാലേ ഇത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ ഈ സംഭവം ഒരു പ്രോബബിലിറ്റീൻ്റെ ഗെയിമാണ്. വിന്ന് ചെയ്യുന്നു, ലോസ് ചെയ്യുന്നു, വിന്ന് ചെയ്യുന്നു, ലോസ് വിന്ന്. അപ്പോൾ ഇതിൽ എല്ലാ വിന്നിലും നമുക്ക് 20 പോയിൻ്റ് കിട്ടും, എല്ലാ ലോസിലും -10 ആവും. 20 -10 20 ഇതുണ്ടോ. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് മാച്ചായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റലി ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ ഈ ഒരു എൻട്രി ഇല്ലേ, ഈ ഒരു ഇൻഡിക്കേറ്റർ ബേസ് ചെയ്ത എൻട്രീൻ്റെ മുന്നേ പ്രൈസ് ആക്ഷൻ നമ്മളോട് ഇവിടെ പറയും ഇവിടെ എന്താ സംഭവിക്കണമെന്നുള്ളത്. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസോ ഉണ്ടാവും. ആ സപ്പോർട്ടോ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാറ്റേണോ ഉണ്ടാവും. അപ്പോൾ പ്രൈസ് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യണമെന്നില്ല. ഇവിടെ എത്തിയിട്ട് ചുമ്മാ ഇതങ്ങ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പ്രൈസ് നേരെ വരികയാണ്, പ്രൈസ് നേരെ വന്നിട്ട് ഇതാണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ട് കുറച്ച് ആൾക്കാരെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഇത് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് വന്നു, പിന്നെ ഇത് മുകളിലോട്ട് പോവാതെ ഇവിടെ തന്നെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തിരിച്ച് താഴത്തോട്ട് തന്നെ വരാനുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്തു, കുറച്ച് ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കളറ് മാറ്റി. ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബയേഴ്സ് വരും. പിന്നെ ബയേഴ്സ് ഇവിടുന്നൊന്നും ഈ ബ്രേക്കൗട്ടിൽ ബയേഴ്സ് വരാത്ത ആൾക്കാർ ഇവിടുന്ന് റീടെസ്റ്റ് വരുമ്പോൾ വീണ്ടും ബയേഴ്സ് വരും. പിന്നെ ഇങ്ങനെ റീടെസ്റ്റ് വന്ന് പിന്നെ ഈ ഒരു ലെവലിൽ എപ്പോഴൊക്കെ വരുന്നോ ഇവിടെയൊക്കെ ബയേഴ്സ് വരാനാണ് നോക്കുക. ഇവിടെയൊക്കെ ബയേഴ്സിന് ഇൻട്രസ്റ്റഡ് ബൈ ചെയ്യാനുള്ളൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇവരെന്താട്ടെ ഇവിടുന്നൊക്കെ ബൈ ചെയ്യുന്ന ആൾക്കാർ SL വെക്കുന്നുണ്ടാവുക. അവർ SL എന്ന് പറഞ്ഞത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഏരിയയിലൊക്കെ ഇവർ SL ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ബൈ ചെയ്തവരൊക്കെ SL അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തോട്ട് വരും. അല്ല കുറച്ചിങ്ങനെ വരും, താഴത്തോട്ട് വരും. ഇതൊക്കെ ഞാൻ മറ്റേ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇത് മാത്രമല്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത്, പക്ഷേ ഇതിലിപ്പോൾ നോക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക എങ്ങനെ അറിയാം. ഇവിടെ ഒരു മൂവിങ് ആവറേജ് പോകുന്നുണ്ടാവും ഇതുപോലെ. എക്സാമ്പിൾസ് ലൈവ് ചാർട്ടിൽ കാണും. നമുക്ക് ഇങ്ങനെ ഒരു മൂവിങ് ആവറേജ് വരുന്നുണ്ടാവും. ആ മൂവിങ് ആവറേജ് ചിലപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. ഇത് കുറച്ച് ബ്രേക്ക് ചെയ്ത് താഴെ പോയതിൻ്റെ ശേഷം ഈ പ്രൈസ് എന്ത് കിട്ടുള്ളൂ, താഴത്തോട്ട് വരുള്ളൂ.
ഇങ്ങനെ ഇവിടുന്ന് മൂവിങ് ആവറേജ് ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇത് ഇവിടുന്ന് തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്നൊക്കെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ളൊരു മൂവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നോ ഒക്കെ ഈ ഒരു ഹൈയിൽ നിന്നൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാമായിരുന്നു. ഒരു ചെറിയൊരു എസ്എല്ലും വെച്ചിട്ട് ഇവിടുന്ന് താഴത്തോട്ട് താഴെ സെയിം സംഭവം തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നോക്കുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രൈസ് ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്കായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലെത്തുമ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ ആൾക്കാർ ബയേഴ്സ് വരും. വരുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരും. ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആൾക്കാർ, ഈ ബൈ ചെയ്തവരൊക്കെ എസ് എൽ അടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് താഴത്തേക്ക് വരും. അതാണ് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി കൺവെൻഷനലായിട്ടുള്ള ഓരോ പാറ്റേൺസിൻ്റെയും ഓരോ കൺസെപ്റ്റിൻ്റെയും ഓപ്പോസിറ്റിൽ ചിന്തിക്കുക. മീൻസ് ഓപ്പോസിറ്റിൽ എങ്ങനെ ഇപ്പോൾ ബയേഴ്സ് എവിടെ വരുന്നത്, ബയേഴ്സ് എവിടെ ട്രാപ്പായിട്ട് ഇരിക്കുന്നത്, അവിടെ സെല്ലേഴ്സ് വന്നിട്ട് എങ്ങനെ ഈ അവരുടെ എസ് എൽ അടിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ചിലതൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്ത് സൈഡിൽ എൻ്റെയാണോ മാർക്കറ്റ് പോകുന്നതെന്നില്ല, ജസ്റ്റ് കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ ഒരാൾ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഒന്ന് ഇൻഡിക്കേറ്ററിൻ്റെ സംഭവങ്ങൾ, പിന്നെ ഒന്ന് സെൽഫായിട്ടും, പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഗൈസ്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഇപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് ഒരു അനാലിസിസും ഒന്നുമില്ലാത്ത ഒരാൾ വേറെ ഏതോ ഒരാൾ പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യലും എക്സിറ്റ് ചെയ്യലും ടാർഗറ്റ് ബുക്ക് ചെയ്യലും ഒക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ അയാൾ എത്ര വലിയ പുലി ആയിക്കോട്ടെ, അയാളിപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യാന്ന് പറയാം. അയാൾ പറയൂല, അയാൾ ഒരിക്കലും നിങ്ങളോട് പറയൂല ഇത്ര ക്വാണ്ടിറ്റിയാണ് മേടിക്കേണ്ടതെന്ന്. ഇപ്പോൾ സപ്പോസ് പറയാം, ഫസ്റ്റത്തെ ഒരു ദിവസം ഇപ്പോൾ അയാൾ മേടിക്കാൻ പറഞ്ഞു, ഒരു ലെവലിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ മേടിച്ചു, ഈ ഒരു ലെവലിൽ നിന്ന് മേടിച്ചു. ഇവിടെ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ റിസ്ക് റിവാർഡിനനുസരിച്ചിട്ടുള്ള ഒരു എസ് എൽ ഇവിടെ വെച്ചു. എസ് എൽ പ്രോപ്പറാണ് ഒരു എസ് എൽ വെച്ചു. ചിലവർ വെക്കൂല്ല എസ് എൽ, അതും വേറെ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പോയി ഒരു ടാർഗറ്റ് എത്തി. നിങ്ങൾക്ക് ഇത് ഇയാൾ പറഞ്ഞ ടാർഗറ്റ് അല്ല, ഇത് ഇയാൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ടാർഗറ്റ് കിട്ടി. ഈ മാസം ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്കൊരു 5000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക, പ്രോഫിറ്റ് കിട്ടി ഒരു ദിവസം. പിറ്റത്തെ ദിവസം അയാൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്യണം പറഞ്ഞു. അപ്പോൾ അയാൾ എസ് എൽ നമ്മുടെ ഇഷ്ടത്തിന് വെക്കും. പക്ഷേ ഇന്നലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ 5000 രൂപ പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ന് എത്ര പൈസ ഉള്ളത് നമുക്കറിയാമല്ലോ, ഇന്ന് പ്രോഫിറ്റാണ് വരാൻ പോകണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നമ്മളടുത്തുള്ള പൈസ മുഴുവൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇത് കുറച്ചിങ്ങനെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ഇന്നലത്തെ 5000 ഒന്നും കിട്ടിയിട്ടില്ല, ഇന്നലത്തെ 5000 എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചിങ്ങനെ താഴെ വന്ന് ഇങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് കോസ്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് താഴത്തേക്ക് വരും, ഒരു 1000 ലോസ് കാണിക്കും. കുഴപ്പമില്ല, ഇന്നലത്തെ 5000 ഉണ്ടല്ലോ, 1000 എന്ത് ലോസാണ്, 1000 കുഞ്ഞ ലോസല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും. ഇന്നലത്തെ 5000 എത്തും, ഇന്നലത്തെ -5000, ഇന്നലത്തെ -5000 എത്തും. അപ്പോഴും ഇരിക്കും, കുഴപ്പമില്ല, ഇന്നലത്തെ -1000 അല്ലേ. ഇന്നലത്തതും കഴിഞ്ഞൊരു 10,000 ലോസ് കാണിക്കും. അപ്പോഴും നമുക്ക് തിരിച്ച് ഇന്നലെ പ്രോഫിറ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കും. അപ്പോൾ ഈ സംഭവത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഹ്യൂമൻ നേച്ചറും വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസും സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു വേറെ ആര് പറഞ്ഞ അനാലിസിസിലും ഇരുന്നിട്ട് കാര്യമില്ല. ഞാനും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാനും ഈ യൂട്യൂബിൽ ലൈവ് വരുന്ന ആൾക്കാരുടെ സജഷൻസ് കേട്ടിട്ട് മേടിക്കും, ബൈ ചെയ്യും. ഇത് കുറച്ച് താഴത്തേക്ക് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പോയിൻ്റ് ഇത് താഴത്തേക്ക് വരുമ്പോൾ ഈ ലൈവ് ചെയ്യുന്ന ആൾക്കാർ പറയും എസ് എൽ സ്ട്രിക്റ്റ് ആക്കി വെച്ചോളും, ടാർഗറ്റ് ട്രെയിൽ ചെയ്തോളി, മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നൈസിൽ എസ്കേപ്പ് ആവും. ഈ ഇവരെ വാക്കും കേട്ട് ട്രേഡ് എടുത്തവരെല്ലാവരും ഇവിടെ മൂഞ്ചിയിരിക്കും ചെയ്യും.
അപ്പം അതിലും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും നമ്പാതെ കുറച്ച് ടൈം എടുത്തിട്ട് മാർക്കറ്റിനെ നല്ലപോലെ പഠിച്ചിട്ട് നമുക്ക് സ്വന്തം ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. അല്ലാതെ കുറേ ടെലിഗ്രാമും ഇതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവർ അവർ ചുമ്മാ അവരെ സർവീസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തരണമാവും. പിന്നെ ഇതിൽ വേറൊരു ഇഷ്യൂ പറഞ്ഞാൽ സ്മോൾ പ്രോഫിറ്റ് ഉണ്ടാകും, ഹൈ ലോസ് ഉണ്ടാകും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ സിമ്പിളാണ്. ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്തു, ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. ഓക്കെ, ഈ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് അറിയണം നമ്മുടെ ലോസ് എത്ര വരുന്നതെന്നുള്ളത്. നമ്മുടെ ലോസ് എത്രയാണെന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് അറിയണം. നമ്മുടെ പ്രോഫിറ്റ് എത്ര ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ലോസ് എത്രയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറിയണം. ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ട്രേഡിൽ എത്ര ലോസ് വരുന്നത് എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി അറിയണം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു 500 രൂപയാണ് നമ്മുടെ ലോസ് വരിക എന്ന് വിചാരിച്ചു. ഈ ഒരു ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ SL എന്ന് നമുക്ക് ആദ്യം തന്നെ അറിയണം. ഇതാണ് ഈ 500 രൂപയാണ് നമ്മുടെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1:1 പറഞ്ഞാൽ 500 രൂപ നമുക്ക് കിട്ടുമ്പോൾ അത് 1:1 ആയി. അതേ സ്ഥലത്ത് ഇത് 1000 രൂപയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 1:2 ആയി. ഇതിൻ്റെ മുകളിൽ ഒരു 1500 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1:3 ആയി. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ചെറുതും ലോസ് വലുതെന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്കുള്ള ഈ സംഭവം നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ താഴത്തേക്കാണ് പോകുന്നത്. എപ്പോഴൊക്കെ പ്രോഫിറ്റ് ചെയ്യുന്നോ നമ്മുടെ ഈ 1:1 അല്ലെങ്കിൽ 1:2 എക്സിറ്റ് ആവും. നമ്മൾ ലോസ് വരുമ്പോൾ ഈ 1:1 അല്ല, 1:3 അല്ല, 1:4 5 ഒക്കെ നമ്മൾ പോകും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഈ സംഭവം നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇതുവരെ ഒന്നും പോവരുത്, ഇത്രയൊന്നും ഒരിക്കലും പോവരുത്. ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആവും. സ്മോൾ പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ഹൈ ലോസ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ട്രേഡിനെ ഒന്ന് വിലയിരുത്തുക. മീൻസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമുക്കല്ലേ അറിയുള്ളൂ. നമ്മുടെ ട്രേഡിൽ എന്തൊക്കെയാണ് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം ഓവർ ട്രേഡിംഗ് ആണ്. എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അത് എനിക്കറിയാം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു വലിയ റീസൺ, ഫസ്റ്റത്തെ ഒരു ട്രേഡ് കറക്റ്റായി പോയി കഴിഞ്ഞാൽ ഒന്ന് പോയി കിടന്നുറങ്ങി എണീറ്റ് വരിക. അതാണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചിരിക്കണ വലിയൊരു ഓവർ ട്രേഡിങ്ങിൻ്റെ ഒരു വലിയ സംഭവം. കാരണം നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കാണും, പിന്നെ ട്രേഡ് ചെയ്യാൻ തോന്നും. അപ്പോൾ ഓവർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ, ഓവർ ട്രേഡിങ്ങിനെ മാത്രമല്ല നമുക്കിങ്ങനെ മാർക്ക് ചെയ്തിടാം. ഓവർ ട്രേഡിങ്, ഓവർ പൊസിഷൻ സൈസിങ്, പിന്നെന്താ അങ്ങനെ ഓരോരോ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മുടെ ട്രേഡിങ്ങിലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് 1 by 1 ഇരുന്ന് ആലോചിക്കുക, ഓവർ ട്രേഡിംഗ് എന്നുള്ള പ്രശ്നത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ ഓവർ പൊസിഷൻ സൈസിങ്ങിനുള്ള ആണ് എൻ്റെ ഒരു പ്രശ്നം. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് നമ്മളെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ അതെന്താ പ്രശ്നം എന്ന് ആദ്യം കണ്ടുപിടിക്കുക, അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് നമ്മളെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാം കൂടിയും ഒറ്റ ടൈമിൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു വീക്കിൽ ഇരുന്നിട്ട് മൊത്തം ട്രേഡ് ചെയ്തു, ആ ഒരു വീക്കിൻ്റെ എൻഡിൽ ഇരുന്നിട്ട് നമുക്ക് ഇതെല്ലാം നോക്കുക. എന്നിട്ട് എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ വീക്കിൽ നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഓവർ ട്രേഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. വേറെല്ലൊന്നും അപ്പം നോക്കണ്ട. ഈ ഫസ്റ്റത്തെ ഒരു ടോപ്പ് ഓവർ ട്രേഡിങ്. ഈ അടുത്ത ആഴ്ച എന്തൊക്കെ വന്നാലും നമ്മൾ ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്യൂല. അത് മാത്രം ഓവർ ട്രേഡിങ്. നമുക്ക് പൊസിഷൻ സൈസിങ് നമുക്ക് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് എത്ര ചെയ്യാം,
ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ വെച്ച് ചെയ്യാം. പക്ഷേ ഫസ്റ്റത്തെ ഒരു വീക്കിൽ എന്താ ഓവർ ട്രേഡിങ് ഉണ്ടാവില്ല എന്നാക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളിയും ഈ ഓവർ ട്രേഡിങ്ങിൻ്റെ സംഭവം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ട്രേഡിങ്ങും ഈ നമ്മുടെ പൊസിഷൻ സൈസിങ്ങിൻ്റെ പ്രശ്നം കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത വീക്കിൽ ഈ മൂന്നാമത്തെ സംഭവങ്ങൾ. എന്താ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് എല്ലാ സംഭവങ്ങളും കൂടി നാളെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എല്ലാം കറക്റ്റ് ചെയ്യും വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അത് ചിലപ്പോൾ നാളെ ഒരു ദിവസം നടക്കും, പക്ഷെ ആ ഒരു വീക്ക് മൊത്തം നടക്കില്ല. അപ്പോൾ ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു പ്രോബ്ലത്തിനെ പിടിക്കുക, അത് സോൾവ് ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം അപ്പോൾ ഇതൊന്ന് സോൾവ് ആയപ്പോഴത്തേന് പിന്നെ നമുക്കതൊന്ന് റെഡി ആയിട്ടുണ്ടാവും. അടുത്ത ആഴ്ച വേറൊരു പ്രോബ്ലത്തിനും കൂടി നമ്മൾ പിടിക്കുക, എന്നിട്ട് അത് ഇതാക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ചത്തെ വേറൊരു പ്രോബ്ലം പിടിക്കുക, അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എന്തൊക്കെയാണ് ട്രേഡിങ്ങിൽ ഇപ്പോൾ നിങ്ങളെപ്പോഴുള്ള ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് വിടുക. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് എന്തൊക്കെ. ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത ചില മിസ്റ്റേക്കുകൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് വേറെ ആരെങ്കിലും അവരെ മിസ്റ്റേക്കായിട്ട് പറയുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അമീൻ അബൂബക്കറിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഫുൾ എക്സ്പേർട്ടൊന്നുമല്ല. എനിക്കും ഇപ്പോഴും മിസ്റ്റേക്സ് ഉണ്ട്, എനിക്കും ഇതുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ ഗൈഡ് ചെയ്യാൻ പറ്റിയൊരു പൊസിഷനിലൊന്നും അല്ല. ഞാനിപ്പോഴും ഒരു ന്യൂബിയാണ്. ഞാനൊന്ന് പഠിച്ച് നല്ലൊരു ലെവലിലെത്തിയിട്ട് നമുക്ക് ഗൈഡിങ്ങിനൊക്കെ പറ്റിയിട്ട് ആലോചിക്കാം. പിന്നെ അടുത്ത കമൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്രോ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആൻഡ് എൻട്രി ക്രൈറ്റീരിയാസ് വെച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നാണ്. എൻട്രി ക്രൈറ്റീരിയാസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി അല്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യണത് ഒരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല. ഒരു എന്താ പറയുക, നമ്മളെങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഒരു ലെവലുണ്ട്, ഒരു ലെവലുണ്ട്. അപ്പോൾ ഈ ലെവലെന്ന് പറഞ്ഞത് ഇതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം റിജക്ഷൻ വന്നിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ കമൻറ്റിൽ എല്ലാവരും ഒന്ന് പറയാം എന്താണ് ആൻസർ. ഈ ടൈം ഇവിടെ വരുമ്പോൾ ഇത് ഇവിടുന്ന് താഴത്തേക്ക് വരുമോ അല്ല ഇത് ഇവിടുന്ന് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ഒരു കമൻറ്റിലൊന്ന് ടൈപ്പ് ചെയ്യാം. എന്തായിരിക്കും ഇത്, മുകളിലേക്ക് പോവുമോ അല്ല താഴത്തേക്ക് പോവുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള പൊസിഷനാണ് എടുത്ത്. പക്ഷേ നമ്മളെക്കാട്ടും പൈസ ഉള്ള ആരെങ്കിലും വന്നിട്ട് നമ്മളെക്കാട്ടും ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത് കുഴപ്പമില്ല, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടുന്ന് ഇപ്പം നമ്മൾ സെല്ല് ചെയ്യാൻ നേരത്ത് ചെയ്തപ്പോൾ നമ്മളെക്കാട്ടും പൈസ ഉള്ള ഏതെങ്കിലും ഒരാൾ ഈ ഇവിടെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സാധനത്തിനെ ഇത്ര മുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? എല്ലാവരും ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇവിടുന്ന് സെല്ലിങ് വന്നു, ചെറിയൊരു സെല്ലിങ് വന്നു, ഇവിടുന്ന് നല്ലൊരു സെല്ലിങ് വന്നു, തിരിച്ച് കൊണ്ട് തന്നെ വന്നു, പിന്നെ ഇവിടുന്ന് സെല്ലിങ് വന്നു. നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളെക്കാട്ടും അല്ല, ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂഷൻസും പൈസ ഉള്ള ആൾക്കാരും ഇവിടുന്ന് ഈ സാധനത്തിനെ തിരിച്ച് മുകളിലേക്ക് ബൈ ചെയ്യിക്കാനുള്ള പവർ അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോചിക്കട്ടെ, ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാർ SL ഉണ്ടാവും, കുറേ കാലമായിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ SL ഉണ്ടാവും അല്ലേ? അതൊക്കെ ഇവർക്ക് വന്നിട്ട് അടിക്കാനുള്ള പവർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്ത് നമ്മുടെ SL ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് തിരിച്ചു വന്ന് അടിക്കാനുള്ളൊരു ചാൻസ് ഇല്ലേ? ഈ സെയിം സംഭവം ഇപ്പോൾ ഇത് മാത്രമാണ്. ഒരു ഡബിൾ ടോപ്പ്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഈ എല്ലാത്തിലും ഈ കൺവെൻഷനലായിട്ട് ഇപ്പോൾ നമുക്ക് പഠിപ്പിച്ച് തരുന്ന പാറ്റേൺസാണ് ഇതൊക്കെ. ഈ എല്ലാ പാറ്റേൺസിലും ഇവിടുന്ന് ഇപ്പോൾ ഇത് സെല്ലേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ഇവരൊക്കെ SL അടിക്കാനുള്ള കാശുള്ള ആൾക്കാരുണ്ടല്ലോ മാർക്കറ്റിൽ. അപ്പോൾ ആ സംഭവം അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി പറഞ്ഞാൽ ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ പോകുന്നു,
അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്യുന്നു. ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുമ്പോൾ ഒരു ട്രെൻഡിങ് ഡേ ആണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഇവരെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2-3 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യും. ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ശേഷം തിരിച്ചിവിടെ വരും, ഈ ട്രെൻഡ് ലൈനിൽ വരും. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും. ഇങ്ങനെ കളിച്ചിട്ട് താഴെ വരും. അപ്പോൾ ഇവിടുന്ന് ഇതാക്കിയ ആൾക്കാർ SL ഒക്കെ അടിക്കും. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഈ ട്രെൻഡ് ലൈനിനെ ഇവിടെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരും. റീടെസ്റ്റ് വന്നതിന് ശേഷം ഈ ലോ ബ്രേക്ക് ചെയ്ത് കൊടുത്തുനിന്നൊക്കെ ആൾക്കാർ SL വെച്ചിട്ടുണ്ടാവും. അവർ SL ഒന്ന് അടിക്കും, എന്നിട്ട് തിരിച്ച് മുകളിൽ പോകും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് തിരിച്ച് മുകളിൽ പോകുന്ന ടൈപ്പ് സാധനങ്ങളല്ല. അതൊക്കെയാണ് മെയിൻ സ്ട്രാറ്റജി. ഇതിൻ്റെ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ വലിയൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പം അടുത്ത് ഉണ്ടായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു കുറച്ച് ഇവിടുന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടാ ഇവിടെ മാർക്കറ്റ് വന്നത് 15 മിനിറ്റ്സിൻ്റെ ടൈമാണ്. ഇവിടെ വന്നു, തിരിച്ചവിടെ വന്നു, ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ടോപ്പ് ആവും. കേട്ടോ, ഒരു എം പാറ്റേൺ ആവും. എം പാറ്റേണിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താ പഠിപ്പിച്ചിരിക്കുന്നത്, സെല്ല് ചെയ്യാന്നില്ല പഠിപ്പിച്ചു. അങ്ങനെ വന്നു, നല്ലൊരു സെല്ലിങ് വന്നു. ഈ സെല്ലിങ് ഇവിടെ നിന്നൊന്നും ആൾക്കാർ ഇതാക്കില്ല. ഇത് ബ്രേക്ക് ചെയ്ത് അവർക്ക് സെല്ല് ചെയ്യാൻ കിട്ടുന്ന, നമ്മളെപ്പോലെ ആൾക്കാർക്ക് സെല്ല് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡലിൻ്റെ ഇതിലൊക്കെയാണ് സെല്ല് ചെയ്യാൻ കിട്ടുന്ന ചാൻസ്. അത് വന്ന് താഴെ വന്നു 1 2 3 അടുത്ത 3 ക്യാൻഡലിൽ ഇവിടുന്ന് സെല്ല് ചെയ്തവരൊക്കെ പൂജിച്ച് നേരെ മുകളിലേക്ക് പോയി. എന്നിട്ട് എന്താ കിട്ടി, ഇവിടുന്ന് അപ്പോൾ തിരിച്ചിത് മുകളിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ബൈ ചെയ്യണവരുണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ആദ്യമുള്ള ആൾക്കാരെ ഒന്നും കൂടി കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് ബൈ അല്ല, അത് ശരിക്കും ബൈ അല്ല, ഇത് സെല്ലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എം പാറ്റേണിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ തിരിച്ച് ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ച് ഇവിടുന്ന് കുറച്ചും കൂടി ആൾക്കാരെ സെല്ല് ചെയ്യിപ്പിക്കും. ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തിരിച്ച് അത് അതേപോലെ തന്നെ മുകളിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ ഒരു എം പാറ്റേൺ വർക്ക് ആവണമെന്നുണ്ട്, എം പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിപ്പോൾ തിരിച്ച് ഇവിടെ ഒരു W പാറ്റേൺ ആയി ഉണ്ടാവും. എം പാറ്റേൺ ഇവിടെ ഒരു എം പാറ്റേൺ, ഇവിടെ ഒരു W പാറ്റേൺ ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഹൈൻ്റെ ബ്രേക്കൗട്ട് വരുമ്പോഴാണ് ഈ എം പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് എന്ന് പറയാം. ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു എം പാറ്റേൺ ആയിരുന്നു, തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു W പാറ്റേൺ ആയി. ഇതിൻ്റെ നെക്ക് പറഞ്ഞാൽ ഇതെവിടെയാണ്. ആ നെക്കിൽ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് പ്രാവശ്യം വന്നു, സെക്കൻഡ് വന്നു, ആ നെക്ക് ബ്രേക്ക് ചെയ്തു, ഒരു വിക്ക് ഉണ്ടാക്കി താഴെ വന്നു, ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തവരെ SL അടിച്ചു. സെക്കൻഡ് ടൈം വന്നു, ഈ വിക്ക് വന്നതിൻ്റെ ജസ്റ്റ് മുകളിൽ വന്നിട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് തിരിച്ച് അതേപോലെ താഴെ വന്നു, ഈ ഹൈയിൽ നിന്നൊക്കെ മേടിച്ചവരെ SL അടിച്ചു, തിരിച്ച് മുകളിലേക്ക് വന്നു. പിന്നെ പിറ്റത്തെ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് പോലെ ഉണ്ടായിട്ടാണ് പിന്നെ അത് മുകളിലേക്ക് പോയത്. മുകളിലേക്ക് പോയാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്തു കിട്ടിയില്ല, സെക്കൻഡ് ടൈം ബ്രേക്ക് ചെയ്തു കിട്ടിയില്ല, തേർഡ് ടൈം ബ്രേക്ക് ചെയ്ത് കിട്ടിയില്ല. ഈ ഫോർത്ത് ടൈം ഇപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആരവിടെ എൻ്റർ ചെയ്യുക, അവിടെ എൻ്റർ ചെയ്യാൻ എല്ലാവരും ഒന്ന് പേടിക്കും. ആ പേടിക്കുന്ന ടൈമിലാണ് ശരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകും. പിന്നെ അതുപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഈ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടായിരുന്നു. ഒരു ഷോൾഡർ ഹെഡ്, ഒരു ഷോൾഡർ, എന്നിട്ട് അതിൻ്റെ നെക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സ് വരുന്നില്ലായിരുന്നു, നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള കൺവെൻഷനലായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതിൽ ബാക്കിയെല്ലാം ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും, എന്നാലേ എനിക്ക് പുതിയത് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേണ്ട, ഈ ഒരു ഏരിയയാണ് ഇപ്പോൾ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത്. കറക്റ്റ് ആ നെക്ക് ബ്രേക്ക് ചെയ്തു, ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ആ ഡേൻ്റെ 2 ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഇതുണ്ട്, നമ്മുടെ ജനുവരി 1 അല്ലേ ഇത്. ഓക്കെ, ജനുവരി 1 ഈ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി ഫുള്ള് ബൈ ചെയ്ത് ലാസ്റ്റത്തെ 2 ക്യാൻഡിലാണിത് ഈ കാണുന്നത്. ഈ 3 മണിക്കുള്ള ക്യാൻഡിലും 3:15 2 ക്യാൻഡിലും ആണ്. ആ 2 ക്യാൻഡിലും മൊത്തം ആൾക്കാർ SL അടിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്.
കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഹെഡ് വന്നു, ഷോൾഡർ വന്നു, ഹെഡ് വന്നു, അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു. ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഇവിടെ ബയേഴ്സാണ് വന്നത്. മോൾക്ക് ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ബയേഴ്സ് വന്നു. ആ ബയേഴ്സിനെ മൊത്തം ട്രാപ്പ് ചെയ്ത് 2 ക്യാൻഡിലിൽ ഈ ലോ ക്ലിയർ ചെയ്തു. ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഹെഡിൻ്റെ ലോ ആണ് ആ 2 ക്യാൻഡിൽ ക്ലിയർ ചെയ്തു. അപ്പോൾ ഈ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു അനാലിസിസിൽ 15 മിനിറ്റ്സിൽ ഇങ്ങനത്തെ ട്രാപ്പൊക്കെ നോക്കും. എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ 3 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 മിനിറ്റ്സോ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര നേരം ഇത് കളിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഇപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സെല്ലേഴ്സ്, ഇവിടുന്ന് ബയേഴ്സ് വന്നു, ബയേഴ്സിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട ആൾക്കാരില്ല, അവരൊക്കെ ഇവിടുന്ന് എന്താ പറയുക സെല്ല് ചെയ്തു, ചെറിയ രീതിയിൽ സെല്ല് ചെയ്തു. എന്നിട്ട് ഈ സെല്ല് ചെയ്തതിൽ റീറ്റെയിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈ ഒന്നും കൂടി ക്ലിയർ ചെയ്യും. ഉണ്ടോ? ഞാൻ എൻ്റെ പലപ്പോഴുള്ള എൻട്രി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ റീറ്റെയിലേഴ്സിന് ഇപ്പോൾ ഇങ്ങനത്തെ ബുദ്ധി വരുമല്ലോ, ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അവർ റീറ്റെയിലേഴ്സ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റീറ്റെയിലേഴ്സിനെയും കൂടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂവ് മോൾക്ക് തരും. ആ മൂവിലാണ് ഞാൻ കൂടുതൽ ടൈമിൽ ഞാൻ എൻ്റർ ചെയ്യല്. ആ റീറ്റെയിലേഴ്സിനെ ഒഴിവാക്കാനുള്ള ഒരു മൂവില്ലേ, പലപ്പോഴും എൻ്റെ SL അടിക്കലും ആ ഒരു മൂവിലാണ്. ഞാൻ നേരത്തെ കാലത്തെ കയറി ഇരിക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുക, എന്നെ റിമൂവ് ചെയ്യലും ഇതുപോലത്തെ ഈ ക്യാൻഡലിലാണ്. എന്നിട്ട് ബാക്കിയുള്ള ടാർഗറ്റ് എത്രയെന്ന് വെച്ചാൽ ആ ടാർഗറ്റ് ഞാൻ എടുത്തിട്ട് ഞാൻ എക്സിറ്റ് ആവും. അതാണ് എൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് കാലം നമ്മൾ മാർക്കറ്റിനെ നോക്കി നമ്മൾ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സിറ്റുവേഷനിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഇത് ട്രേഡ് ചെയ്യണ്ട, ജസ്റ്റ് നോക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെയൊക്കെയാണോ മാർക്കറ്റ് നടക്കുന്നത് എന്നുള്ളത്, ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെയാണോ മാർക്കറ്റ് ഇതുവരെ നിങ്ങളുടെ ചാർട്ടിൽ പ്രീവിയസ് ചാർട്ടിലൊക്കെ നടന്നിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. എൻട്രി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ട്രാപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് അവരും കൂടി ഒന്ന് ചെയ്തിട്ട് എക്സിറ്റ് അടുപ്പിച്ചിട്ട് മോൾക്ക് പോകാമെന്ന് വരുന്ന സിറ്റുവേഷനില്ല. അതിലുള്ള ഒരു ഇതിൽ നോക്കട്ടെ, ചിലപ്പോൾ ഇതിൽ ഒരു സെറ്റപ്പ് കാണാം. ഇവിടെ ഈ ട്രേഡിൽ എൻ്റെ SL അടിച്ചത് അതുപോലെയാണ്. ഈ ലാസ്റ്റത്തെ ദിവസം ഇവിടുന്ന് ഈ മൂവ്മെൻ്റൊക്കെ വന്നിട്ട് ഇവിടെ ഞാൻ ഇത്ര അടുത്തെത്തിയപ്പോൾ ഞാനൊന്ന് ട്രെയിൽ ചെയ്യാൻ വേണ്ടി ട്രെയിൽ വെച്ചു. വേണ്ട, ഈ ഒരു ക്യാൻഡലിൻ്റെ അടിയിൽ ട്രെയിൽ വെച്ചപ്പോൾ ഈ ട്രെയിൽ വന്നിട്ട് തിരിച്ച് മുകളിൽ പോയിട്ട് ഇത് വന്നു. എൻ്റെ SL വെച്ച് ആ ട്രെയിൽ അടിച്ചതിൻ്റെ ശേഷം തിരിച്ചത് മുകളിൽ പോയി. അപ്പോൾ പലപ്പോഴും ആൾക്കാരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീറ്റെയിലേഴ്സിനെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള മൂവ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ശരിക്കും എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ സ്ട്രാറ്റജി എൻട്രി ക്രൈറ്റീരിയാസ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓരോ പല സിറ്റുവേഷനിലും പലതുപോലെയാണ്. പിന്നെ പ്രീവിയസ് ഡേയിൽ ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് അങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത ടോപ്പിക്കിൽ ഞാൻ പറയാം. അപ്പോൾ എൻട്രി ക്രൈറ്റീരിയ ഇതാണ്. സ്ട്രാറ്റജി ഇപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. മാർക്കറ്റ് ഓരോ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ബയേഴ്സിനെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കുഡ് യു പ്ലീസ് ക്രിയേറ്റ് എ വീഡിയോ അബൌട്ട് ഹൗ യു യൂസ് OI ഡാറ്റ ഫോർ ട്രേഡിങ്? ഓക്കെ, ഇതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഓക്കെ, സോ കുറച്ച് സംഭവങ്ങൾ ഞാൻ യൂസ് ചെയ്യണത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പ്രീ മാർക്കറ്റ് ഒരു ചെറിയ അനാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ മറ്റേ നമ്മുടെ OI പൾസിൽ പോകും. OI പൾസിൽ പോയിട്ട് ഓപ്ഷൻ സ്റ്റാറ്റിസ്റ്റിക് എന്നൊരു സംഭവമുണ്ട്, ഇതെടുക്കും. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിലിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു 48,500 എത്ര കോൾസാണ് എത്ര പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 48,000 അത്യാവശ്യം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. കോള് റൈറ്റ് ചെയ്ത് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ പോയിട്ട്
48,500 നോക്കും. 48,500 പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ മാർക്ക് ചെയ്യും. 48,500 ഒന്ന് മാർക്ക് ചെയ്യും ഇങ്ങനെ. ഇതിപ്പോൾ എന്തായി, മോൾക്ക് പോകുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റ് മോൾക്ക് പോകുമ്പോൾ ഇവിടെ കുറേ കോൾ റൈറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് OI യൂസ് ചെയ്യും. ഇപ്പോൾ OIയിലുള്ള ഇപ്പോൾ വേറെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസൊക്കെ നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസൊക്കെ ഇങ്ങനെ OI വെച്ചിട്ട് മാർക്ക് ചെയ്യും. എന്താ പറയുക, ഇങ്ങനെ ഓരോരോ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കും. അത് ഒരു എന്താ പറയുക, ഒരു യൂസാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ ട്രേഡ് ചെയ്യുമ്പോൾ. ഇങ്ങനെ സപ്പോർട്ട് ഏതൊക്കെ ലെവലിലാണുള്ളത്, പിന്നെ അതുപോലെ ഇപ്പോൾ സൈക്കോളജിക്കൽ ലെവൽ ഉണ്ടാവുമല്ലോ. 48,500 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. 48,000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ നമ്പറാണ്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടും. പിന്നെ അതുപോലെ വേറെ സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ട്രെൻഡിങ് OI എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ട്രെൻഡിങ് OI ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിയൽ ടൈമായിട്ട് ഇപ്പോൾ 9:20 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,85,000 കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 8 lakh ഇതാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്, പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ ആ റിയൽ ടൈമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കോൾ മൈനസ് പുട്ട് മൈനസ് കോൾ എന്നുള്ളതിൻ്റെ ഡിഫറൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് ആയിരിക്കും. അപ്പോൾ അത് റിയൽ ടൈമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഞാനതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഏത് ദിവസത്തെ എന്നറിയോ, ഫ്രൈഡേത്തെ ചാർട്ടാണ്. ഫ്രൈഡേത്തെ ബാങ്ക് നിഫ്റ്റിയുടെ OI ട്രെൻഡിങ് OIൻ്റെ ഒരു ഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് സൈഡിൽ ഈ ബാങ്ക് നിഫ്റ്റി ഫ്രൈഡേ എങ്ങനെ വർക്കായതെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ ഫ്രൈഡേത്തെ വീഡിയോ കണ്ടാലറിയാം, ഞാൻ രാവിലെ തന്നെ ബെയറിഷായിരുന്നു. ഈ ഒരു സപ്പോർട്ടിലൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കോൾ പൊസിഷൻ പുട്ട് പൊസിഷൻ എടുത്തിട്ടായിരുന്നു നിന്നിരുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മുതലേ കോൾ റൈറ്റിംഗ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പുട്ട് റൈറ്റിങ്ങും കുറച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു അത്രക്ക് ഉണ്ടായിരുന്നില്ല, കോളിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പൊസിഷൻ എത്തിയില്ല, 10:40 ആയപ്പോഴത്തേക്ക് കോൾ നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പുട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, കോള് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുട്ട് താഴത്തോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പ്രസ് ചെയ്യുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തുനിന്ന് മുകൾക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് എന്തായാലും താഴത്തേക്കേ പോവുകയുള്ളൂ. ആ ഒരു കോൺഫിഡൻസിലാണ് മുഴുവനായിട്ട് ഇതിലിരുന്നത്. എന്താ പറയുക, പിന്നെ ഫൈനൽ ലാസ്റ്റ് എത്തിയപ്പോൾ പിന്നെ എന്താ ഇതെല്ലാം പ്രോഫിറ്റ്, ഇതുവരെ സെല് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടേ, അതിന് അവർ ഇതാക്കിയതാണ്. ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഇതിലും നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞില്ലേ, അതുപോലെ ഒരു സംഭവമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. മീൻസ് ഞാൻ കാണിച്ചു തരാം. ഈ ലാസ്റ്റത്തെ ദിവസം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം എൻ്റെ ഈ ഫസ്റ്റ് മോർണിംഗിലെ പൊസിഷനിൽ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടുള്ളൊരു പൊസിഷൻ എടുത്തത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോൾഡർ ഹെഡ്, അടുത്ത ഷോൾഡർ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഈ ഷോൾഡർ ബ്രേക്ക് ചെയ്തു, താഴത്തേക്ക് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ശേഷം എന്നിട്ട് മുകളിലേക്ക് പോയി. ഇത് കണ്ടോ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഫേക്ക് ബ്രേക്കൗട്ട് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയ സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടുന്നാണ് ഞാൻ എൻ്റർ ചെയ്തത്. ഈ മുകളിലത്തെ ആൾക്കാരുടെ SL ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ മുകളിലേക്കുള്ളൊരു പൊസിഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇതല്ല പറഞ്ഞത്, പക്ഷേ ഈ താഴത്തെ ഈ ട്രെൻഡിങ് OI യൂസ് ചെയ്തിട്ടാണ് ഒരു ഡേ ട്രെൻഡിങ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇത് നമുക്ക് ഹിസ്റ്റോറിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ജനുവരി 1 കണ്ടോ, ജനുവരി 1 എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോളും പുട്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻഡിലെത്തിയപ്പോഴാണ് രണ്ടും കൂടി ഒരുമിച്ച് ക്രാഷാണ്. അങ്ങനെ ഓരോ ദിവസത്തെ നോക്കാൻ പറ്റും. അപ്പോൾ ട്രെൻഡിങ് OI വേറൊരു സംഭവമാണ്. ഞാൻ ട്രേഡ് ചെയ്യാൻ ട്രെൻഡിങ് ഡേയ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ് ഈ ട്രെൻഡിങ് OI വരുന്ന സാധനം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ ഇവരെ എസ് എൽ അടിക്കുകയാണ്. അതെങ്ങനെ ഇവരെ എസ് എൽ അടിക്കൽ എങ്ങനെയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക എന്നുള്ളതാണ്. ഇവിടുന്ന് സെല്ല് ചെയ്യാറ് കോള് റൈറ്റ് ചെയ്ത ആൾക്കാർ, കോള് റൈറ്റ് ചെയ്യുക പറഞ്ഞാൽ കോള് സെല്ല് ചെയ്ത ആൾക്കാർ, മാർക്കറ്റിനെ താഴത്തോട്ട് പുഷ് ചെയ്ത ആൾക്കാരുടെ എസ് എൽ അടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയില്ല. ഷോർട്ട് കവറിങ് വരണം. ഷോർട്ട് കവറിങ് നമുക്ക് കാണൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ OI അനാലിസിസ് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. ആ OI അനാലിസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുണ്ടാവും, ഇത് 5 മിനിറ്റിൻ്റെ ഇത് ഫുൾ ഡേൻ്റെ കിട്ടും, നമുക്ക് ഫുൾ ഡേൻ്റെ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മാത്രം കാണിച്ചതാണ്. ഇപ്പോൾ ഇതിൽ 14:35 to 14:40 എന്നുള്ള ഏരിയയിൽ ഒരു 40,000 ആൾക്കാർ ഷോർട്ട് കവർ ചെയ്തു. ആ ടൈം എത്ര മണിയാണെന്നുള്ള ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ എത്ര 14:40 അല്ലേ? 14:40 എന്ന് പറയുമ്പോൾ 14:40 ഉണ്ടാവും. 14:39 ഉണ്ട്. അവിടെ നിന്ന് ഈ 39:42 ഇടയിൽ 40,000 ആൾക്കാർ ഷോർട്ട് കവർ ചെയ്തു എന്ന് നമുക്കിതിൽ കാണാൻ പറ്റും. അടുത്ത 14:40 മുതൽ 14:45 വരെ 48,000, കഴിഞ്ഞ 5 മിനിറ്റിൽ കൂടുതൽ ആൾക്കാർ ഈ അടുത്ത 5 മിനിറ്റിൽ നമ്മൾക്ക് ഷോർട്ട് കവർ ചെയ്തു എന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും, OI അനാലിസിസിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ 15:45 ഈ ക്യാൻഡിൽ എത്തുമ്പോഴത്തിന് നമുക്ക് നല്ലൊരു കൺഫർമേഷനായി എന്ത് ഷോർട്ട് കവറിങ് വരുന്നുണ്ട്. ഇവിടുന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ SL അടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കവർ ചെയ്ത് അവർ എക്സിറ്റ് അടിച്ച് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക കൺഫർമേഷൻ നമുക്കായി. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യാം. എന്നാലും ഞാൻ ഒരു കൺഫർമേഷനും കൂടി വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി അങ്ങ് ബ്രേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ക്യാൻഡലിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റർ ചെയ്തു, തിരിച്ച് മുകളിലേക്ക് കണ്ടപ്പോൾ ഫുള്ള് കണ്ടോ, ഇത് കണ്ടോ. പിന്നെ അതിൻ്റെ ശേഷം 1,50,000, 5,05,000, 2,50,000, 3,00,000 നല്ല ഷോർട്ട് കവറിങ്ങാണ് വന്നത്. പിന്നെ ഈ ലോങ് അൺവൈൻഡിങ് വന്നതുണ്ട്. ലോങ് അൺവൈൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്നൊക്കെ ലോങ് ചെയ്ത ആൾക്കാർ അവരെ പ്രോഫിറ്റും ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവുന്ന എന്നുള്ള രീതിയിലാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എന്താ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത് അറിയാൻ പറ്റും. അത് ഏത് സ്ട്രൈക്കിലാണോ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OI അനാലിസിസ് എന്ന് പറഞ്ഞ ടൂളാണ്. പിന്നെ അടുത്തത് ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഈ OI സ്റ്റാറ്റിസ്റ്റിക്സിലും നോക്കാൻ പറ്റും. ഇപ്പോൾ റിയൽ ടൈമായിട്ട് ഇപ്പോൾ നമുക്കിത് ഫുൾ ഡേ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റൊക്കെ കൊടുത്തിട്ട് ചേഞ്ച് ഇൻ OI കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ ഇപ്പോൾ ലാസ്റ്റ് 10 മിനിറ്റിൽ ഈ 48,000 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസിൽ എത്ര കോൾ സൈഡിൽ എന്ത് ആക്ഷനാണ് ഉണ്ടായത്, പുട്ട് സൈഡിൽ എന്ത് ആക്ഷനാണ് ഉണ്ടായത് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, കോളിൽ -52, പുട്ടിൽ -158. അപ്പോൾ അതിലെന്താ മനസ്സിലാക്കി, പുട്ട് സൈഡിൽ നിന്ന് ആൾക്കാർ കവർ ചെയ്ത് പോയിന്ന് ഈ ലാസ്റ്റത്തെ 10 മിനിറ്റ്സിൽ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ ആക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കോളിൽ നല്ല രീതിയിൽ റേറ്റിംഗ് വന്നിട്ടുണ്ട്, പുട്ടിൽ എന്ത് കിട്ടി ആൾക്കാർ എക്സിറ്റായി പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പ്രസ് ചെയ്യണ ആൾക്കാർ കൂടിയിട്ടുണ്ട്, മാർക്കറ്റിനെ താഴത്തുനിന്ന് മുകളിലേക്ക് പുഷ് ചെയ്യേണ്ട ആൾക്കാർ പേടിച്ചിട്ട് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇത് ഇങ്ങനെ ഫുൾ ഡേ ആയിട്ടല്ല ഞാൻ നോക്കാറ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു പൊസിഷൻ ഉണ്ട്, അപ്പോഴാണ് ഞാൻ നോക്കുകയുള്ളൂ. അപ്പം ഞാൻ നോക്കും ഞാൻ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണോ നോക്കും. പിന്നെ എൻ്റെ ടാർഗറ്റ് കിട്ടുന്നത് വരെ ഈ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ഈ ഓയിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊരു ചേഞ്ച് വരികയാണ്. ഇപ്പോൾ ഞാൻ മോൾക്കുള്ളൊരു മൂവാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. മോൾക്ക് പോകണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കോൾ സൈഡിലേക്കൊരു മൂവ്മെൻറ്റ് പെട്ടെന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് അവെയറായിട്ട് അത് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്ത് ഇരിക്കും. അതാ ഈ 4 സംഭവങ്ങളാണ് ഞാൻ OI അനാലിസിസ്, OI സ്റ്റാറ്റിസ്റ്റിക്, ട്രെൻഡിങ് OI, ഈ 3 സംഭവങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് OIക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ, പിന്നെ നമ്മുടെ OI ട്രെൻഡിങ് ഡേ ആണോ നോക്കാൻ വേണ്ടിയിട്ട്, കോളും പുട്ടും 2 ഡയറക്ഷനിലാണോ പോകണമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്,
പിന്നെ അതുപോലെ ഷോർട്ട് കവറിങ് വരുന്നുണ്ടോ ലോങ് അൺവൈൻഡിങ് വരുന്നുണ്ടോ എന്നുള്ളത് കൺഫേം വരുത്താൻ വേണ്ടിയിട്ട് സെയിം സംഭവം തന്നെ OS സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് OI ഞാൻ യൂസ് ചെയ്യണത് എന്തിനൊക്കെയാന്നുള്ളത്. അടുത്ത ടോപ്പിക്ക് 50.SL കുറച്ച് വലുതല്ലേ, ഒന്ന് കുറക്കാൻ പാടില്ലേ, എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മീൻസ് ഇപ്പോൾ 50 പോയിൻ്റ് ഓവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് അത് ഓവറാവുന്നത്? 50 പോയിൻ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ചിട്ട് 50 പോയിൻ്റ് ഇപ്പം ഞാൻ SL വെച്ചു. 50 പോയിൻ്റ് SL എന്ന് പറയുമ്പോൾ 50 പോയിൻ്റ് SL ബാങ്ക് നിഫ്റ്റിയിലും 10 പോയിൻ്റ് SL ഞാൻ നിഫ്റ്റിയിലും വെക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയണത് 50 SL വെക്കുമ്പോൾ വെറും 30 ആണ്. 30 ലോട്ടാണ് ഞാൻ മേടിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 1 ലോട്ട് അല്ല, നിഫ്റ്റിയിൽ 1 ലോട്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ഈ ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 × 30 1500 ആണ് എൻ്റെ ഒരു ട്രേഡിലെ ബാങ്ക് നിഫ്റ്റിയിൽ SL എന്ന് പറയുന്നത്. പ്ലസ് 10 പോയിൻ്റ് നിഫ്റ്റിയിൽ 50 അല്ലേ ലോട്ട്. അപ്പോൾ 50 × 10 500 ആണ് നമ്മുടെ ഇതിൽ വരുന്ന SL. അപ്പോൾ ടോട്ടൽ എനിക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലും ഒരുമിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 പൊസിഷനും എൻ്റെ റെഡായി SL അടിച്ചു കഴിഞ്ഞാൽ ആകെ ലോസ് വരുന്നത് 2000 ആണ്. ഈ 2000 എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ബഡ്ജറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ 50 പോയിൻ്റ് SL എന്നുള്ളത് എന്നെക്കൊണ്ട് താങ്ങാത്ത പോലെ ഇവിടെ ഒരു 30 ലോട്ട് എടുക്കുക വിചാരിച്ചു. 30 വേണം. ജസ്റ്റ് ഞാനിപ്പോൾ ഈ 3 ലോട്ട് എന്നുള്ളത് ഞാൻ 10 ലോട്ടാക്കി. മീൻസ് 150 ക്വാണ്ടിറ്റി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ 1500 ലോസ് ഉള്ളത് ഇവിടെ 7500 ആവും ലോസ്. പ്ലസ് ഞാനിവിടെ നിഫ്റ്റിയിൽ ഈ 1 ലോട്ട് എന്നുള്ളത് ഒരു 10 ലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5000 കൂടിയും വരും. അപ്പോൾ ടോട്ടൽ ലോസ് എത്രയായി? അപ്പോൾ നമ്മുടെ ലോസ് 12500 ആയി. അപ്പോൾ ഈ സംഭവം എനിക്ക് എൻ്റെ പോക്കറ്റിൽ താങ്ങൂല. ഒരൊറ്റ ട്രേഡിൽ 12500 ലോസ് വരുത്താനുള്ളൊരു സംഭവം എൻ്റെ ബഡ്ജറ്റിലുള്ളതല്ല. ഈ 2000 ഓക്കെയാണ് എനിക്ക് ഈ 2000 ഓക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SL കുറച്ച് വലുതായാലും അതിനനുസരിച്ച് നമ്മുടെ ലോട്ട് നമ്മൾ കുറക്കണം. 3 ലോട്ട് എന്നുള്ളത് അല്ല 2 ലോട്ട് എന്നുള്ളത് 2 ലോട്ട് തന്നെ ആക്കണം. 1 ലോട്ട് തന്നെ ആക്കണം. നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യണതിനനുസരിച്ച് ചെറിയ രീതിയിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല, പക്ഷേ മാക്സിമം ചെറിയ ക്വാണ്ടിറ്റി വെച്ച് ചെയ്ത് ക്യാപിറ്റൽ ഗ്രോ ചെയ്തതിന് ശേഷം മാത്രം ലോട്ട് കൂട്ടറായിരിക്കും നല്ലത്. അപ്പോൾ ഈ പോയിൻ്റ് ക്ലിയർ ആയെന്ന് തോന്നുന്നു കേട്ടോ. ഈ പോയിൻ്റ് SL 50 പോയിൻ്റ് വെച്ചത് കൂടുതലാണോ വെച്ചത് കൂടുതലൊന്നുമല്ല. പിന്നെ വേറെ റീസൺ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ 25 വെച്ച് ട്രൈ ചെയ്തു. 25 വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ SL അടിച്ചതിൻ്റെ ശേഷം തിരിച്ച് മുകളിലേക്ക് പോകുന്നുണ്ട്. എൻ്റർ ചെയ്തതിൻ്റെ ശേഷം SL അടിച്ചതിൻ്റെ ശേഷം എന്താ പറയുക തിരിച്ച് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 50 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കില്ല. എന്നാൽ എന്താ പറ്റുക, അഥവാ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ ലോസ് വരുള്ളൂ എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. തിരിച്ച് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് എന്തായാലും കിട്ടും ചെയ്യും. പിന്നെ കിട്ടാത്ത ദിവസം എന്തായാലും SL അടിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ആക്കിയിട്ട് എക്സിറ്റ് ആവും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അപ്പോൾ ഈ പോയിൻ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് കമൻറ്റ് ഇതാണ് ബെസ്റ്റ്. ഇത് എനിക്ക് നല്ല ആ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമൻ്റായിരുന്നു. ബെസ്റ്റ് ട്രേഡിങ്, ഞാനൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, അതനുസരിച്ച് മാർക്കറ്റ് വന്നോളണം എന്ന് വിചാരിക്കുന്ന ഒരു പൊട്ടൻ ട്രേഡറിന്. അപ്പോൾ ഞാൻ അന്ന് ഇയാളിത് പറഞ്ഞ് ഈ കമൻ്റ് അടിച്ചതിന് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു എൻട്രി കിട്ടി, നല്ലൊരു ടാർഗറ്റും കിട്ടി. പക്ഷേ അന്നത്തെ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ SL ഉണ്ട്, ആ SL ഒക്കെ മാർക്കറ്റ് എടുക്കുന്നുള്ളൊരു ഭയങ്കര വലിയൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് എന്താ കിട്ടി, ഇവിടുന്ന്
ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരെ എനിക്ക് ഓൾറെഡി ഇവിടുന്ന് പൊസിഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കുറച്ച് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് തിരിച്ചിത് മുകളിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ ഏകദേശം കോസ്റ്റ് എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് എൻ്റെ മറ്റേ ഫിബ് ലെവലിൽ ഇവിടൊക്കെ ആയിട്ട് എൻ്റെ 2.6 അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ അച്ചീവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3K ഒരു 4K ഒക്കെ പ്രോഫിറ്റ് അന്ന് എനിക്ക് കണ്ടിരുന്നു. പക്ഷേ ഞാൻ അത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു, തിരിച്ചത് താഴത്തേക്ക് പോകും എന്നുള്ളത്. പക്ഷെ അത് താഴത്തേക്ക് പോയില്ല. അത് ഇവിടുന്ന് തന്നെ എൻ്റെ ടാർഗറ്റ് കിട്ടിയതിന് ശേഷം തന്നെ അത് തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ടേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഇരുന്നത് എൻ്റെ മിസ്റ്റേക്കാണ്. ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. പക്ഷേ ഇവിടെ നല്ല കോമഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രൂ, ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അതാണ് ചെയ്തത്. ഐ ടോട്ടലി എഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്താ ഹൗ ടു ഡു ഇറ്റ് ബ്രോ, ഡോണ്ട് ടേക്ക് പേഴ്സണലി, ജസ്റ്റ് എ ജോക്ക് എന്ന് പറഞ്ഞു. പിന്നെ നോ ബ്രോ, ബിഗ് ഫാൾ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ആക്ച്വൽ എക്സിറ്റ് പോയിന്റിൽ എക്സിറ്റ് ആകാതെ ഇരുന്നത് മൈ മിസ്റ്റേക്ക് തന്നെയാണ്. ഐ ആം ഗ്ലാഡ് സമ്മൺ പോയിൻറ്റഡ് ഇറ്റ് ഔട്ട്. എനിക്ക് നല്ല ഹാപ്പിയായി. കാരണം നമ്മൾ ഇതിപ്പോൾ ഇയാൾ ചിലപ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ പോകില്ലായിരുന്നു. പക്ഷെ അത് പറഞ്ഞു, അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കത് അനലൈസ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ് അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിക്കാതെ പോയതെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തപ്പോൾ ഇവിടുന്ന് കൂടുതൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റായിരുന്നത്. ഈ ഒരു പോയിൻ്റ് ഞാനത് നോക്കിയില്ല. ഞാൻ ഈ SL ഒക്കെ അടിക്കുമല്ലോ എന്നുള്ള ആ ഒരു ബ്ലൈൻഡായിട്ട് ഞാൻ ഇവിടുന്ന് ഇത് താഴത്തേക്ക് ഇങ്ങനെ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ പറ്റേ മറന്നുപോയി. അപ്പോൾ ഞാനിത് അനലൈസ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ശേഷമുള്ള ട്രേഡ്സിലൊക്കെ ഞാൻ താഴത്തേക്ക് എപ്പോഴൊക്കെയാണ് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുള്ള നല്ല ക്രൂഷ്യലായിട്ട് ചെക്ക് ചെയ്യൽ തുടങ്ങി. എൻ്റെ ഈ 2.6 ലെവലിൽ ഞാൻ ടാർഗറ്റ് എത്തിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അന്നത്തെ ഒരു ലോസല്ല, ആ ഡേ ലോസല്ല, ഒരു ചെറിയ പ്രോഫിറ്റായിരുന്നു. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു കമൻറ്റോടെ എനിക്ക് എന്തായിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ ശ്രദ്ധിക്കൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കോമഡി അതല്ല, ഇതുവരെ ഞങ്ങൾ അത്ര, പക്ഷേ ഈ ഞങ്ങൾ തമ്മിലുള്ള കമൻറ്റ് വായിച്ച് വേറൊരാൾ ബെസ്റ്റ് ഡിവൈൻ വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരാൾ വന്നിട്ട് അങ്ങനെയല്ലേ ട്രേഡ് ചെയ്യണ്ടേ, ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. പുള്ളി ടാർഗറ്റ് മാത്രമല്ല സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വളരെ കറക്റ്റാണ്. ഇതിലിപ്പോൾ ആരും പറഞ്ഞത് തെറ്റല്ല, ഈ പറഞ്ഞതും ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ പോലെ ആയിപ്പോയതെന്നുള്ളൂ. ഞാനപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. യെസ് അങ്ങനെയാണ് വേണ്ടത്. ബട്ട് വാട്ട് ഐ ഡിഡ് വാസ്, ഈവൻ ദോ ഐ ഗോട്ട് 100 points in Bank Nifty and 200 points in Nifty, I still waited for more. That was my mistake and I completely accepted. സത്യമാണ്, 100 പോയിൻറ്റോളം അന്ന് കിട്ടി. ബാങ്ക് നിഫ്റ്റിയിലും കൂടെയും 3K 4K സംതിങ് കിട്ടിയിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യാതെ, ഞാൻ ബുക്ക് ചെയ്യാതെ ഞാൻ പിന്നെയും താഴത്തോട്ട് പോകുന്നില്ല എക്സ്പെക്റ്റേഷനിൽ ഇരുന്നുകൊണ്ടാണ് അന്ന് ഇതായത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. വി ഷുഡ് വെയിറ്റ് ഫോർ ദ ടാർഗറ്റ് ഓർ SL. ഇപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി വരികയാണ്, ഇവിടെ റാൻഡമായിട്ട് ഒരു എൻട്രി കിട്ടുകയാണ്. ഈ നമ്മുടെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ 50 പോയിൻ്റാണ് SL എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 50 പോയിൻ്റ് SL അങ്ങ് വെക്കുക. 50 പോയിൻ്റ് SL അങ്ങോട്ട് വെച്ചിട്ട് ടാർഗറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ യൂസ്വലി ചെയ്യൽ എങ്ങനെ വെച്ചാൽ ഒരു ചെറിയ ഫിബ് വരക്കും, എന്നിട്ട് ഇതിൻ്റെ 2.6 ആണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഈ ടാർഗറ്റ് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഇരിക്കുക. ഈ മാർക്കറ്റ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ എൻ്റർ ചെയ്തിട്ട് 50 പോയിൻ്റ് വെക്കുക. തിരിച്ചൊന്ന് ഈ 50 പോയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ SL പോയി, അത്രേ ഉള്ളൂ. 50 പോയിൻ്റ് പോയി ടാർഗറ്റ് കറക്റ്റ് 2 എത്തുമ്പോൾ ടാർഗറ്റ് എടുക്കുക. അല്ലെങ്കിൽ ടാർഗറ്റ് എടുക്കുന്ന ടൈമിൽ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും SL ട്രെയിൽ ചെയ്ത് വെക്കുക. എന്താട്ടോ, ഇത് കോസ്റ്റ് ആക്കിയിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് മുകളിലോട്ട് റൺ ചെയ്യാൻ വിടുക. അതാണ് അതിൻ്റെ മെത്തേഡ്. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എനിക്ക് അതിൽ നിന്ന് വളരെ ബാഡ് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴൊക്കെയോ
എസ് എൽ മോഡിഫൈ ചെയ്യാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. മീൻസ് ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ദിവസം എനിക്ക് രാവിലെ തന്നെ ഇൻഡിക്കേഷൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നില്ലായിരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റർ ചെയ്തു. ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ അല്ല ഇവിടെ ഒരു ചെറിയ ക്യാൻഡലിൽ ഞാൻ എൻ്റർ ചെയ്തതിൻ്റെ ശേഷം അത്യാവശ്യം എസ് എൽ പോയിൻ്റും ഉണ്ടായിരുന്നു, അത്യാവശ്യം എസ് എൽ ഗ്യാപ്പും ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ദിവസത്തെ വീഡിയോൻ്റെ അനാലിസിസ് എടുത്താൽ അറിയാം, ഇവിടെ ഈ ഒരു ഹൈയിലൊക്കെ വരെ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വലിയൊരു പോയിൻ്റൊന്നും ഇല്ല എന്നുള്ളൊരു ഇതിലെന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് അത് ഈ താഴത്ത് വന്നപ്പോൾ ഞാൻ എസ് എൽ അടിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനത് എക്സിറ്റ് അടിച്ചു. രണ്ടാമത് പിന്നെയും ഞാൻ എൻ്റർ ചെയ്തു. ഇവിടെ ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തു. പിന്നെ തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇനി അധികം പോയിൻ്റൊന്നും ഇല്ല ടാർഗറ്റിൽക്കെന്ന് വിചാരിച്ച് ഞാൻ അത് എക്സിറ്റ് ചെയ്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇതുവരെ പോയിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു മൊമെൻ്റത്ത് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടുന്ന് ഇത് പിന്നെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു എസ് എൽ ഫിക്സ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എസ് എൽ അല്ലെങ്കിൽ ടാർഗറ്റ് അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വലിയ സപ്പോർട്ടോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ടാർഗറ്റ് ബുക്ക് ചെയ്യണതോ അല്ലെങ്കിൽ എസ് എൽ ഇതാക്കണതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ ലാസ്റ്റത്തെ ഈ കമൻറ്റിൻ്റെ ശേഷം നമ്മുടെ ഹൗ ടു ഡു ഇറ്റ് ഒരു വലിയൊരു കമൻറ്റും കൂടി എഴുതിയിട്ടുണ്ട്. ഈ കമൻറ്റ് ശരിക്കും ആവശ്യമില്ല. വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി അണ്ടർ ദ മാർക്കറ്റ് പ്രസൻറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി yielding over 100 points. The wisdom imparted includes the crucial advice to trade what you see, not what you think. ഈ സംഭവത്തിനോട് ഞാൻ കുറച്ച് ഡിസഗ്രി ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാനിതുവരെ കണ്ട മാർക്കറ്റിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണം. ബ്ലൈൻഡായിട്ട് മാർക്കറ്റ് നമ്മളെ കാണിച്ചു തരുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പാറ്റേൺ കാണിച്ചു തരും, ആ പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് കാണിച്ചു തരും, അവിടെ നമ്മൾ എൻ്റർ ചെയ്യും, അത് നമുക്ക് കാണുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ കാണുന്ന ബ്രേക്കൗട്ടിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സൈക്കോളജി വർക്ക് ചെയ്യണമെന്ന് നമ്മൾ തിങ്ക് ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ട് മാർക്കറ്റ് ചാർട്ടിൽ എന്താ കാണുന്നത് അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി നമുക്ക് പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ആയത്, എന്താണ് റീസൺ എന്നല്ലേ നമ്മൾ തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. And to avoid treating option trading like a long-term investment, instead of emphasizing the importance of securing promptly, recognizing and relying solely on target and stop loss formula may not always align with the dynamics of market conditions. ഇതിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസഗ്രി ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫോറക്സിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത്രയ്ക്ക് ഇഷ്യൂ ഇല്ല. ഇയാൾ പറഞ്ഞതുപോലെ നമ്മൾ വെറും ടാർഗറ്റും ഇതും മാത്രം എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അണ്ടർലൈങ് അസറ്റിൻ്റെ ഉള്ളിലത്തെ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഇല്ല, ഓപ്ഷൻ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓപ്ഷൻ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ അറിയാം, ഓപ്ഷൻ സെല്ല് ചെയ്യണ ആൾക്കാരനെ അറിയാം. ഇതിൽ ഇയാൾ കമൻറ്റ് ചെയ്തതിലും അതന്നെ എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ബൈയിങ് എന്നല്ല പറഞ്ഞു, ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സെല്ലിങ്ങിൽ നമുക്ക് എത്ര വേണമെങ്കിലും കാത്തിരിക്കാം, പക്ഷേ ബൈയിങ്ങിൽ ബൈ ചെയ്ത് കാത്തിരുന്ന് ചിലപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എടുക്കുക. ഇവിടെ ഏതെങ്കിലും ട്രേഡ് എടുത്ത ഒരാൾ ഈ ലോയിൽ തന്നെ ട്രേഡ് എടുത്ത ഒരാളാണെന്ന് വിചാരിച്ചു, അയാൾക്ക് ഇത്രയും പ്രോഫിറ്റ് കാണിച്ചു, പക്ഷേ മാർക്കറ്റ് ഉണ്ടോ പിറ്റേ ദിവസം തന്നെ എത്ര വന്നു, നമുക്ക് അത്ര ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാരോട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ഒരു ലോസ് ലിമിറ്റ്, ഇപ്പോൾ 50 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ 50 പോയിൻ്റ്, 20 പോയിൻ്റ് ആണെങ്കിൽ 20 പോയിൻ്റ്, 10 പോയിൻ്റ് ആണെങ്കിൽ 10 പോയിൻ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 1:2 എങ്കിലും എടുക്കുക. എന്നാലേ അത് നമ്മളെ കൊണ്ട് മുതലാവുള്ളൂ, പ്രോഫിറ്റബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റും SL വെക്കാതെ നമുക്ക് കളിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ടാർഗറ്റ് സ്റ്റോബിൾ മേ നോട്ട് ഓൾവേസ് അലൈൻ വിത്ത് ഡൈനാമിക്സ് മാർക്കറ്റ് കണ്ടീഷൻ.
ഇറ്റ് ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ ദ എവർ ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് എന്താ സ്ട്രാറ്റജീസിൽ അഡാപ്റ്റേഷനൊന്നും വരുത്തണ്ട. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ചെയ്യുക. ഈ കമൻറ്റ് മൊത്തം സ്റ്റാർട്ടാവാനുള്ള റീസണ് ഇതാണ്. അവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ എൻ്റെ ടാർഗറ്റ് എത്തിയിട്ടും ഞാൻ എക്സിറ്റ് ആവാതെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരും അങ്ങനെ ചെയ്യണ്ട. എല്ലാവരും ടാർഗറ്റൊക്കെ എത്തുമ്പോൾ കറക്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് പോവുക. ബാക്കിയൊക്കെ വേറെ അടുത്ത് വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ കമൻസൊക്കെ. ഞാൻ ഇത്ര കമൻസേ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും കമൻസിൽ വരാം. നമുക്ക് ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കമൻസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസൊക്കെ ഉണ്ടാക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. വീഡിയോയിൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അപ്പോഴും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. ജി ബോയ്സ്.